Assalamualaikum. Welcome back to my channel. Guys, എന്തെല്ലാം വിശേഷങ്ങൾ? I hope all of you doing great. അപ്പോൾ guys, എൻ്റെ ബാക്ക് പരിസരമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ നാട്ടിലല്ല. Yes, my dears, you guessed it right. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരൂരാണ് കേട്ടോ. തിരൂര് അവിടെ ഒരു പ്രോഗ്രാം ട്രെയിനേഴ്സ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം JCI തിരൂർ ലെജൻസ് എന്നല്ലേ റബ്ബേ, ഇനി ഇത് മാറി പറഞ്ഞവരെല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടും. എന്തായാലും തിരൂർ ലെജൻസ് ആണെന്ന് തന്നെ തോന്നുന്നു. തിരൂർ ലെജൻസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹദി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് വ്ളോഗിൽ കാണാം. ഉണ്ടേ, ഞാൻ നിങ്ങളടുത്തുണ്ട്, വണ്ടി ക്ലോസ് ചെയ്ത് വരുന്നേ. അപ്പൊ ഗോയ്സ്, ഇന്ന് 26 ജാനുവരി റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഐ ലവ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പൗച്ച്, പിന്നെ അതിനകത്ത് പെന്ന് രണ്ടും ഒന്നാ പേന, അതുപോലെ തന്നെ നോട്ട്ബുക്കൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതാ വാട്ടർ ആൻഡ് മൈ ഫേവറേറ്റ് തിങ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാൻഡീസ് തന്നിട്ടുണ്ട്. പിന്നെ പല ഫ്ലേവേഴ്സിലുള്ള ക്യാൻഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താണെന്നറിയില്ല, ആദ്യം വന്നപ്പോൾ എന്തോ ഒരു കുത്തബ് മിനാർ നിൽക്കുന്നു എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഗായ്സ്, അത് ആക്ച്വലി വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നതിന് ഒരു പുതിയ ഫാഷനാണ്, പരിഷ്കാരമല്ല ഇപ്പോൾ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഗായ്സ്, കാൻഡിഡേറ്റ്സ് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കും. ഇവിടെ വന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ലുക്ക് ഇല്ല അതില്ല എന്നൊക്കെ തോന്നും, പക്ഷേ ഒക്കെ പുലികളാണ് കേട്ടോ. പുലികളും പിന്നെ പുലിൻ്റെ സ്ത്രീലിംഗം എന്താ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പുലികളും പുലിച്ചുകളൊക്കെയാണ്. പടച്ചാനെ, ഒന്നുമില്ല ഗൈസ്, എല്ലാവരും പുലികളാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, എല്ലാവരും പുലികളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ട്രെയിനേഴ്സാണ്. അപ്പോൾ ട്രെയിനേഴ്സ് അപ്ഡേറ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നവരാണ് ഇവരൊക്കെ. ഈ JCI എന്ന് പറഞ്ഞാൽ രമണ, അതൊരു സാധാരണ കഞ്ഞാപിഞ്ഞ ലോക്കൽ കുഞ്ഞാപ്പ് ഓർഗനൈസേഷൻ അല്ല. ഇതിനെങ്ങനെയാന്ന് വെച്ചാൽ നേരെ അങ്ങോട്ട് പോയി സ്റ്റേജിലൊന്നും ഇരിക്കൂല. അവിടെ സ്റ്റേജിൽ ഇരിക്കാൻ അർഹതപ്പെട്ടവരൊക്കെ ഭയങ്കര പുലികളായിരിക്കും, അതായത് ഓരൊക്കെ ഹീറോസ് ആയിരിക്കും. അപ്പോൾ അടുത്തതായി ചെയർമാനെ വെൽക്കം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയർമാൻ ഇങ്ങനെ പോയിട്ട് സീറ്റിലിരിക്കുന്നു. അടുത്തതായിട്ട് മറ്റേയാളെ അങ്ങനെ വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അതായത് അർഹിക്കുന്ന ആളുകൾ അവരെ ആദരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു സെറിമണിക്ക് പറയുന്ന പേരാണ് എന്താണ് റബ്ബേ, ഓപ്പണിംഗ് സെറിമണി. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. That economic justice can best be borne by free men through free enterprise. That government should be of laws rather than of men. That its great treasure lies in human personality. And that service to humanity is the best work of life. JCI mission to provide leadership development opportunities. മൈ ഡിയർ ഗോയ്സ്, ഇപ്പം നിങ്ങൾ കേട്ടതാണ് JCI ക്രീഡൻ മിഷൻ. അത് നമ്മളൊരു പ്രോഗ്രാം, JCIൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ എണീറ്റ് നിന്നിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടെ കേൾക്കേണ്ടുന്ന, പറയേണ്ടുന്ന, ചൊല്ലേണ്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ JCI ക്രീഡൻ മിഷൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഇരുന്ന് ഇത് പിന്നെ ഞാൻ ചുമ്മാ ഒരു ഷോ ഓഫ് ഇറക്കിയതാണ്. കാരണം കുറേ കാലങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ള പുസ്തകങ്ങൾ, ഞാൻ ഏത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പുസ്തകം ഉണ്ട്. അവർ തരുന്ന ബുക്കൊക്കെ ഞാൻ വെറുതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മോൾക്ക് കൊടുക്കും. പക്ഷേ ഈ പുസ്തകത്തിലാണ് ഞാൻ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എഴുതി വെക്കാറുള്ളത്, കാരണം മിസ്സായി പോവില്ലല്ലോ. കഴിവ് തെളിയിച്ച ഈ മഹനീയ വ്യക്തിത്വങ്ങൾ പരിശീലന രംഗത്തും മാനേജ്മെന്റ് രംഗത്തും ബിസിനസ് മേഖലയിലും അടക്കം JCI ഇന്ത്യയുടെ അടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതാണ് ഗായ്സ് മിസ്റ്റർ തൽഹത്ത്. കഴിഞ്ഞ വർഷത്തെ ZD ട്രെയിനിങ് ആണ്. ഈ ZD ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ സോൺ ഡയറക്ടർ ട്രെയിനിങ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രഗത്ഭനായ സോൺ ഓഫീസർ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ഈ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ നമ്മുടെ രണ്ടാളുകളെ വെൽക്കം ചെയ്യാൻ, അവരെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് 2 ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ മെയിൻ പൈലറ്റ് ഫാക്കൽറ്റി ആണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഹരീഷ് സാർ ആണ്. ഹരീഷ് സാറൊക്കെ എന്ന് പറഞ്ഞാൽ JCIയിലെ വലിയ ട്രെയിനറാണ് കേട്ടോ. മൂപ്പരുടെയൊക്കെ ക്ലാസ്സിൽ ഇരിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അതുപോലെ തന്നെ 2 നാഷണൽ പ്രസിഡൻസ് ഇന്നത്തെ ഒരു എന്താ പറയുക നമ്മുടെ ഹാളിനകത്ത് ഉണ്ടായിരുന്നു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും മഹാമാരിയുടെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്നൊരു പാവം പെൺകുട്ടി ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പെൺകുട്ടിയാണോ സ്ത്രീയാണോ വിളിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇപ്പോഴും 18ആണ്, അതുകൊണ്ട് ഞാൻ പെൺകുട്ടി എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നത്. ഗൈസ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അപ്പോൾ ഈ പാവം പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നത് ഇത്രയും മഹാന്മാരുടെയും മഹതികളുടെ ഇടയിലാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ രോഞ്ചാമം വരുന്നു. പിന്നെ
ഇതാ ഇപ്പൊ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഘോരഘോരം എന്നൊന്നും പറഞ്ഞോട്ടോ, വളരെ എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹരീഷ് സാറാണ്. ഹരീഷ് സാറ് മെയിൻ ഫാക്കൽറ്റിയാണ്. പിന്നെ എന്താ പറയുക, ട്രെയിനേഴ്സ് അപ്ഡേറ്റിനകത്ത് കുറേ എന്താ പറയുക ട്രെയിനേഴ്സ് എങ്ങനെയായിരിക്കണം അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഗായ്സ് നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തി. ടീ ബ്രേക്ക് നമുക്ക് നല്ല മധുരമുള്ള പഴംപൊരിയും പിന്നെ അതുപോലെ തന്നെ സായയുമാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാത്രം സ്പെഷ്യൽ. ഞാൻ പിന്നെ ചോദിച്ചു വാങ്ങി, എനിക്ക് ഒരു പഴംപൊരിയും കൂടെ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ 2 പഴംപൊരിയും 1 ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും 1 മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ ഗായ്സ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ ഹരീഷ് സാർ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രെയിനേഴ്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കിട്ടൂല. ഞാൻ ഈ വ്ളോഗ് ഒക്കെ എങ്ങനെ പറയണമെന്ന് വെച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, എൻ്റെ വായിൽ വരുന്ന അങ്ങനെ പറയുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ അരേഷൻ കൊടുക്കുന്നു മാത്രം. അപ്പം ഇനി അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ JCLലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് എൻ്റെ മണ്ടക്കിട്ട് കുത്തും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ല. അപ്പോൾ ഗൈസ് വളരെ സീരിയസ് ആയി നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പുറത്തിരിക്കുന്നത് പ്രമോദേട്ടനാണ് കേട്ടോ. പ്രമോദേട്ടൻ എന്നൊന്നും പറഞ്ഞുകൂടാ, എല്ലാവരും പ്രമോദേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ പ്രമോദ് സാർ എന്നാണ് പറയാറുള്ളത്. പ്രമോദ് സാർ ഒരു സീനിയർ ട്രെയിനറാണ്. മൂപ്പരാളുടെ ടേബിളൊക്കെ ഇരിക്കാൻ സാധിച്ചതൊരു സന്തോഷം. പിന്നെ അതാ എൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ സുഭാഷ്ജിയാണ്. അപ്പോൾ സുഭാഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷി കുറച്ച് മോഡേൺ ടീമാണ്. അതുകൊണ്ട് തന്നെ ഫോണിനകത്തെല്ലാം ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ, അതല്ലാണ്ട് നോട്ട് ബുക്കൊന്നും ആൾ യൂസ് ചെയ്യില്ല. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി ടൈം വന്നു. ബൊഫേ കൈൻഡ് ഓഫ് സംഭവമായിരുന്നു. നമ്മളിങ്ങനെ പോയി വിളമ്പി കഴിക്കുന്നു, അങ്ങനെ നല്ല ടേസ്റ്റിൽ കഴിക്കുന്നു. ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ്. എന്താണ് എന്ത് ചിക്കൻ്റെ പേര്? സാധാ ചിക്കൻ അല്ല ഗൈസ്, അതിന്റെ പേരെന്താണ്? എന്തുപോലെ ചിക്കൻ പറഞ്ഞാൽ ചിക്കന്റെ പേരും ഓർമ്മ, അതിന്റെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. എന്റെ ഇന്നത്തെ വ്ളോഗിലെ താരം റഹീം ഖാന്റെ തീറ്റ. കുറച്ച് ഡീസന്റ് ആയി കഴിച്ചു. എന്താ നിങ്ങൾ ഒന്നുകൂടെ ഉറക്കെ പറയും കേട്ടോട്ടെ. പക്ഷെ ഇന്നാള് പറഞ്ഞ കുറ്റൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്തൊക്കെ ഒരു കുറ്റം ഇവിടെ ഇന്ന് പറഞ്ഞത്. ഇവിടെ ചോദിച്ചില്ലേ സുഭാഷ് ഷാക്കിർ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു റിലവന്റ് പോയിന്റ് ആട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞു ഏറ്റവും നിങ്ങളെ മാറ്റിമറിച്ചതായിരുന്നു വെച്ചപ്പോൾ നിങ്ങളെ പേരാ പറഞ്ഞു. അവിടെയുള്ള പല ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സിന്റെ പേരാണ്. പലരും പല ആളുകളുടെ പേരും ട്രെയിനർ പേര് പറഞ്ഞു. ഷാക്കിർ മാത്രം പറഞ്ഞ ലൈഫ് പാർട്ട്ണർ. അതൊരു ക്വാളിറ്റി തന്നെയാണ് ബിഫോർ മാരേജ് മൈ ഇമ്മച്യൂർ ആറ്റിറ്റ്യൂഡ്, കല്യാണത്തിന് ശേഷം അത് മാറി. അതായത് മെച്ചൂരിറ്റി ഓഫ് ബിഹേവിയർ. ഗൈസ് രണ്ടാമത്തെ റൗണ്ട് വീണ്ടും ചോറ് തിന്നുന്ന മുജീബ് ക. കണ്ടില്ലേ ഗായ്സ്, അവരെല്ലാരും കൂടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മനുഷ്യന്റെ പേര് എഴുതാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ കെട്ടിയോന്റെ പേര്. സത്യമാണ്, എന്റെ കെട്ടിയോൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്ര ഒരു മനുഷ്യനും എന്നെ ഈ ലോകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, ഈ ലോകത്ത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എന്റെ കെട്ടിയോനെ കെട്ടിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പൊട്ടിത്തെറിയിൽ നിന്ന് കുറച്ചധികം അച്ചടക്കവും ഒതുക്കവുമുള്ള ഒരു സ്ത്രീയിലേക്ക് ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ ഇവർക്കൊക്കെ പുച്ഛം. എന്റെ സ്വഭാവത്തിൽ നിന്ന് അവരിതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മുടെ ട്രെയിനിങ് സെഷനൊക്കെ തുടങ്ങി. ഇപ്രാവശ്യം നമ്മുടെ സെക്കൻഡ് ഫാക്കൽറ്റി വരുന്നത് നിബു സാർ എന്നും. നിബു സാറ് പ്രസന്റേഷൻ ഞാൻ മോളെ ഒന്നും പറയാനുള്ള അടിപൊളി പ്രസന്റേഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന എല്ലാവരുടെ പ്രസന്റേഷൻ ഞാൻ ഇങ്ങനെ അസൂയയോടെ നോക്കിക്കോ അല്ല കേട്ടോ. ഞാൻ നല്ല ശുദ്ധഹൃദയമുള്ള ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്തായാലും നിബു സാറിന്റെ പ്രസന്റേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. മൂപ്പരാൾ മൈക്കൊന്നും ഇല്ലാതെയാണ് മൈക്കിനേക്കാൾ കൂടുതൽ ഗർജനത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗർജന എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും. നെവർ 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 നല്ല പവറോട് കൂടെ 2 കൈ ഉപയോഗിച്ച് ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ അടിപൊളിയാക്കിയിട്ട് ക്ലാസ് എടുത്തോണ്ട് ഞാൻ അങ്ങനെ ലിറ്ററലി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മൂപ്പരെ പോലെ ട്രെയിനർ ആവണം. വൈറ്റ് ഈ ചെസ് കൊണ്ടുള്ള ആക്ടിവിറ്റി, ചെസ്സിലെ ഈ ഇതെന്താ കോയിൻസ് എന്താ ഇവറ്റകൾക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പണ്ടൊക്കെ ഞാൻ ചെസ് കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതിലുള്ള മനുഷ്യന്മാരുടെ പേരെന്താണ് പോലെ, ഒരു മനുഷ്യന്മാരല്ലേ സുന ആപ്ലിക്കേഷൻസിന്റെ പേരെന്താണ് പോലും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. കുതിരനെ കണ്ടാലേ തേരാളിനെ കണ്ടാലേ ഇങ്ങനെ മനസ്സിലാവുന്നല്ലാണ്ട് വേറുള്ളതൊക്കെ ഞാൻ മറന്നു. അപ്പം എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ.
എന്താണ് ഇൻഡയറക്ട്ലി എൻ്റെ ഉള്ളിൽ കളർ കോൺഷ്യസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ വൈറ്റ് ആണ് എടുത്തത്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, കറുത്ത കുതിരകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവറ്റോളൊന്നും ഞാൻ എടുക്കാതെ വൈറ്റ് ആണ് ഞാൻ എടുത്തത് ഗൈസ്. അങ്ങനെ എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബ്യൂട്ടിഫുൾ, കറുപ്പിന് അഴക് എന്നാണല്ലോ. പക്ഷെ ആ സമയത്ത് എന്താണെന്ന് അറിഞ്ഞൂടെ, എൻ്റെ ഫിംഗേഴ്സ് വൈറ്റിലേക്കാണ് പോയത്. അങ്ങനെ വൈറ്റ് എടുത്തു. ഞാൻ എടുത്തിരുന്നൊരു സാധാ ആ മാധ്യമയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്താ പറയുക, അയാൾ അവിടെ കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തിരിക്കുന്ന കുതിരനെ ഞാൻ അപ്പുറത്തുനിന്ന് മുജീബ് ഖാൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ച്, എന്നിട്ട് ആ സാധാ ഓർഡിനറി പടയാളിന് ഞാൻ അങ്ങോട്ട് കൊടുത്തു. അതൊക്കെയാണ്. പിന്നെ എന്താ പറയുക, ഇതാ നമ്മുടെ നിബു സാർ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുന്നു വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിന്റ്സ് പറയുമ്പോൾ അതങ്ങോട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കുക. 2 ടീമാക്കിയിട്ട് ഇരുത്തിക്കുക, ബ്ലാക്ക് വൈറ്റ്, അങ്ങനെ 2 ടീമാക്കിയിട്ട് ഇരുത്തിക്കുക കേട്ടോ. അപ്പോൾ വൈറ്റിൽ ആളുകൾ പോയിന്റ് പറഞ്ഞാൽ വൈറ്റ് അവിടെ കൊടുക്കും, ബ്ലാക്ക് പറഞ്ഞാൽ അവിടെ കൊടുക്കും. അപ്പോൾ ഏത് ടീം ആദ്യം ഫില്ലാവുന്നത് നോക്കുക, അതാണ് കളി. ഒന്നുകൂടെ ഉണ്ടോ? ഞാൻ ഒരു മിഠായി കൂടെ ചോദിച്ചപ്പോൾ വളരെ ദയനീയമായ മുഖം കണ്ടപ്പോൾ ഞാൻ വേണ്ടാന്ന് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു. വേണ്ടാന്ന് ചോദിച്ചാൽ പിന്നെ എങ്ങനെ തരാതിരിക്കുക, എന്നാലാണ് എല്ലാവർക്കും കൊടുക്കുക വേണ്ട. അപ്പോൾ മുഖത്തെ ദയനീയ ഭാവം കണ്ടപ്പോൾ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഗായ്സ് കണ്ട ഇപ്പുറത്ത് നമ്മുടെ അസീസ് മാഷ് കിടന്ന് ഉറങ്ങാണ്. സംഭവം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി മൂപ്പരയാൾ ഉറങ്ങിയിട്ടില്ല. മൂപ്പരുടെ സ്കൂളിൽ ആനുവൽ ഡേ ആയതുകൊണ്ട് സ്കൂൾ മൊത്തം തലയിലേറ്റി നടക്കുന്ന അസീസ് മാഷിന് ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉറങ്ങി വീഴുകയാണ് കേട്ടോ. അല്ലാതെ മാഷ് നല്ല അടിപൊളി മാഷാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് മൂപ്പരിങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഗായ്സ് വളരെ നല്ല പെൺകുട്ടിയായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തരുന്ന പോയിന്റ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എന്തായാലും നമുക്കൊരു റെഫറൻസ് ബുക്കായിട്ട് യൂസ് ചെയ്യും. കുറേ കാലങ്ങൾ കഴിഞ്ഞാലും ഇത് മിസ്സാവില്ലേ, ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് എഴുതും. കണ്ടോ, ഇത് ഞാൻ ഈ തംസപ്പ് ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്നെ ഞാൻ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ആര് പ്രോത്സാഹിപ്പിക്കാനാണ് ഗായ്സ്. പിന്നെ നമ്മുടെ നിബു സാറേ ഈ ഓരോ ടൂൾസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാൻവ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുജീബ് ക. അതിനകത്ത് പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടാക്കും. സത്യത്തിൽ ഞാൻ തംബ്നെയിലൊക്കെ ഉണ്ടാക്കാൻ ക്യാൻവയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ വേറെ കുറേ സുന ആപ്ലിക്കേഷനുകളൊക്കെ പരിചയപ്പെടുത്തി തന്നു. സുന ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തന്നു. കുറേ എണ്ണം ഞാൻ കേൾക്കാത്തതാണ്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാനൊരു വീഡിയോ എടുക്കട്ടെ. വീണ്ടും ഒരു ടീ ബ്രേക്ക്. ഇതിൽ എന്തേന്ന് ആ സാധനത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഒരു സാധനത്തിനകത്ത് എന്താണ് തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടൊരു സുന ആപ്ലിക്കേഷൻ. അതൊരു മധുരമുള്ള സംഭവമായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചു, കുഴപ്പമില്ലാത്ത രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് ഞാനിവിടെ വീണ്ടും വന്നിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ ക്ലാസ് തുടങ്ങി. വിത്തിൻ 5 to 10 minutes വീണ്ടും ക്ലാസ് തുടങ്ങി. കാരണം വളരെ കൺജസ്റ്റഡ് ആണ് ഇന്നത്തെ ക്ലാസ്. പള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അരമണിക്കൂർ നമ്മൾ ബ്രേക്കിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബോയ്സിന്, അതായത് പുരുഷുകളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറക്കി വിട്ടു, പള്ളിയിൽ പോകാനുള്ളവരൊക്കെ. അപ്പോൾ അത് ഈ മുജീബ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം, നമുക്കൊരു സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാഡമി തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്നോട് ഇങ്ങനെ റൈറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ അതിനിടയിൽ ഫൈക്കാക്കു എന്ന് പറഞ്ഞാൽ സ്വന്തം കെട്ടിയോൻ്റെ കോള് വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ ഗൈസ്. അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് കെട്ടിയോൻ്റെ കോൾ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അതിനകത്തേക്ക് ചെന്നു. ക്ലാസ് ഇതാ ഘോര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വൈൻഡിങ് അപ്പ് സെഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ലാസ്റ്റ് നമ്മുടെ ഹരീഷ് സാറും നിബു സാറും കൂടെ വൈൻഡപ്പ് ആക്കിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ബാക്കിൽ താങ്ക് യു ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടികൾ ഫീഡ്ബാക്ക്, ക്ലോസിങ് സെഷൻ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ തീർന്നു. എല്ലാവരും കണ്ടോ, ട്രെയിനേഴ്സ് അപ്ഡേറ്റ് ഇരിക്കുന്നവരൊക്കെ മഹാന്മാരും മഹതികളുമാണ് ഗൈസ്. നാഷണൽ ട്രെയിനേഴ്സ്, JCI ഓഥർ, 2 നാഷണൽ പ്രസിഡൻസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ റഫീക്ക മണ്ണാർക്കാട് ചാപ്റ്ററുള്ള. ഞാൻ ആദ്യം അവിടെ ഇരുന്നിട്ട് ഗൈസ്, അവിടെ നിന്നാണ് എൻ്റെ ട്രെയിനിങ് ജേർണിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത എൻ്റെ ഫീഡ്ബാക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. അപ്പോൾ റഫീക്ക മണ്ണാർക്കാട് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അപ്പോൾ റഫീക്ക ഫീഡ്ബാക്ക് പറയാം. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ JCIയിലെ ഏറെക്കുറെ ഒരു ജേർണി കുറച്ച് സീരിയസ് ആയി തുടങ്ങിയത് JCI മണ്ണാർക്കാട് നിന്നാണ്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ട്രെയിനിങ് ക്യാമ്പിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ഫസ്റ്റ് കാലം വെച്ച് DPSൽ അന്ന് ട്രെയിൻ ചെയ്ത 3 ട്രെയിനേഴ്സും ഇവിടെ ഉണ്ട്. ശിവൻ സാറ്, റഹീക്ക, അതേപോലെ റഫീക്ക, 3 പേരും ഇവിടെ ഉണ്ട്. ഭയങ്കര സന്തോഷം. അവരുടെ കൂടെ ഇങ്ങനൊരു ട്രെയിനേഴ്സ് അപ്ഡേറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിന് വലിയൊരു സന്തോഷം. പിന്നെ പുറമെ നിന്ന് കാണുന്ന JCIയിലെ മഹാവീരന്മാരുടെ കൂടെയൊക്കെ ഒരു ട്രെയിനേഴ്സ് അപ്ഡേറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയുക, ആക്ടിവിറ്റീസ് ഇല്ലാതെ ഒരു ട്രെയിനിങ്ങിൽ നല്ല രീതിയിൽ ഇരിക്കാം എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി.
താങ്ക് യു സോ മച്ച്. ഒന്നും പറയുന്നില്ല. മേക്കിംഗ് ഇറ്റ് ക്രിസ്പ് ആൻഡ് ഷോർട്ട്. ട്രെയിനിങ് അടിപൊളി, ഹോസ്റ്റ് അടിപൊളി, എവറിത്തിങ് വാസ് സൂപ്പർ ആൻഡ് ഫാന്റാസ്റ്റിക്. ഒരു കാര്യം കൂടെ പിന്നെ പറഞ്ഞിട്ടായിരുന്നു ഒരു പ്രോഡക്റ്റ്. അപ്പോൾ few people in our team are thinking about creating a product, communicative English ട്രെയിനേഴ്സിന്റെ ഒരു ട്രെയിനിങ് മൊഡ്യൂള് പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ പിന്നെ കോർപ്പറേറ്റ് ലെവലിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മൊഡ്യൂള് വി ആർ തിങ്കിങ് പ്ലാനിങ്. അപ്പൊ ഗൈസ് ഒരു കുലീനയായ യുവതിയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടല്ലോ. അതൊക്കെയാണ് ആ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഞാൻ മുജീബ് ഖാന്റെ കയ്യും കാലും പിടിച്ചെടുപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ എന്താ പറയാ, ഇത് നമ്മുടെ സ്വന്തം ശ്രീജിത്തേട്ടൻ പൊളിയാണ് ഗൈസ്, പൊളിയാണ്, അടിപൊളി ട്രെയിനറാണ് ശ്രീജിത്തേട്ടൻ. തിരക്കുള്ള ഒരു ട്രെയിനറാണ്. അങ്ങനെ ഇത് നമ്മുടെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു, ആദ്യത്തെ നാഷണൽ പ്രസിഡന്റ്. വളരെ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ ജീവിതത്തിലെ ഒരു അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജൂനിയർ ജേഴ്സി ആയിട്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ നാഷണൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തല്ലൂടാൻ വരരുത് കേട്ടോ. ജേസിയനോളജി തീരല്ലേ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, മുന്നത്തെ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സന്തോഷ് ഇങ്ങനെ കൂടെ വന്നിട്ടുള്ള 37 വർഷമൊക്കെ ട്രെയിനിങ് ലാഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു മഹാന്, അതായത് ഒരു സീനിയർ ട്രെയിനർക്ക് അവാർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഈ 3 ആളുകളും സീനിയർ മോസ്റ്റ് ആളുകൾ. അവരെ ലുക്ക് കണ്ടിട്ട് ആരും ഞെട്ടണ്ട, നല്ല ഏജ്ഡ് ആയിട്ടുള്ള സീനിയർ ട്രെയിനേഴ്സാണ് ഇവരൊക്കെ. SMA ആളുകളായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഇങ്ങനെ അവാർഡൊക്കെ കൊടുത്ത് സ്നേഹത്തോടു കൂടെ കെട്ടിപ്പിടുത്തങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് ശേഷം എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു അവാർഡ് സെഷൻ തീരുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അവാർഡ്സും കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഹോസ്റ്റിൻ്റെ വക. അവിടുത്തെ എന്തൊക്കെയോ ആളുകൾക്ക് എനിക്ക് അറിഞ്ഞൂടാ, ഒരു പൊസിഷനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ അവാർഡൊക്കെ കിട്ടി തിരിച്ച് സീറ്റുകളിലൊക്കെ പോയിരുന്നു. ഇനി എന്താ പറയുക, ക്ലോസിങ് സെറമണി ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഫാക്കൽറ്റീസിനുണ്ട് കേട്ടോ അവാർഡല്ല ഗൈസ്, ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നിബു സാർ വളരെ സ്നേഹത്തോടു കൂടെ സ്വീകരിക്കുന്നു. നിബു സാർ എനിക്ക് ഇഷ്ടമായത് എന്താ വെച്ചാൽ മൂപ്പര് ഭയങ്കര ശരിയാണ്, ഭയങ്കര പോസിറ്റീവാണ്. ഹരീഷ് സാറും അടിപൊളിയാണ് കേട്ടോ. രണ്ടുപേരെയും ഞാൻ ആക്ച്വലി ഇന്നാണ്, ഹരീഷ് സാറ് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ നിബു സാറ് ഞാൻ ആക്ച്വലി ഇന്നാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡൗൺ ടു എർത്ത് പീപ്പിൾ എന്ന് പറയാലോ, അങ്ങനത്തെ 2 മനുഷ്യർ. അങ്ങനെ എൻ്റെ ഡിയർ ഫ്രണ്ട്സേ, നമ്മുടെ ഫീഡ്ബാക്ക് സെഷനും കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞാലാണ് ഫീഡ്ബാക്ക് കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ജനഗണമനയാണ്. നമ്മൾ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി പൂട്ടി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ജനഗണമന. ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. എത്ര മനോഹരമായിട്ടാണ് ഞാൻ നാഷണൽ ആന്തം പാടിയത് അല്ലേ. വളരെ നല്ലൊരു ഇതായിരുന്നു അത്. അപ്പം ഇനി അടുത്തത് ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ബിസിയാണ് വീഡിയോ എടുക്കുന്നത്. പറയുന്നതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫാക്കാൻ മറന്നുപോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇനി 1-2 ആളുകൾ കൂടെ സെൽഫിയും എല്ലാം അതിൻ്റെ ഭാഗമാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നെക്സ്റ്റ് ബാഗും പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ സ്വന്തം അബു മിസ്ന ബഷീർ, നമ്മുടെ കൂടെ ZTWS പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായത് അസീസ് മാഷി, പിന്നെ അത് അഡ്വക്കേറ്റ് ജംഷാദ്, അവർ രണ്ടുപേരും കുറച്ച് സമയം കുശലാന്വേഷണമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളത് തിരിച്ച് വണ്ടിയിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ അസീസ് മാഷിൻ്റെ കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പരാളുടെ കൂടെ തന്നെ വണ്ടിയിൽ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഞാൻ. അപ്പോൾ മൂപ്പരാളുടെ പുതിയ വണ്ടിയാണ് കേട്ടോ, എന്താണ് ഗ്രാൻഡ് വിറ്റാർ. അപ്പോൾ അതിലിങ്ങനെ പോകുമ്പോൾ നല്ല സുഖമല്ലേ, ബസ്സിലൊന്നും പോകുന്ന കഷ്ടപ്പെടണല്ലോ. അപ്പോൾ മാഷിനെ കൂടെ തിരിച്ച്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. സോ കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിംഗ് ആൻഡ് കോമെന്റിങ് below. Bye.